മിസ്റ്റർ ജഹാൻ, സെലിബി ഏവിയേഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചു, ഡോഗസ് കൺസ്ട്രക്ഷൻ, മെട്രോ റെയിൽ, ടണൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സ്, കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിംഗ് ഈ സെക്ടറിലാണ് അവർ പ്രവർത്തിക്കുന്നത്. സ്റ്റിൽ ഇന്ത്യയിൽ ഇപ്പോഴും ഉണ്ട്. അതുപോലെ ആർസെലിക് ഹോൾഡിംഗ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട്, ടർക്കിഷാണ്. കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഹോം അപ്ലയൻസസ് മാനുഫാക്ചറിങ് ആൻഡ് സെയിൽസ് ആണ് അവരുടെ കീ ഏരിയ അതാണ്. അപ്പോൾ ഇത്തരം കമ്പനികളുടെ പ്രവർത്തനത്തിനും ഒരു നിയന്ത്രണം അല്ലെങ്കിൽ അതിലൊരു തീർപ്പുണ്ടാക്കേണ്ടതല്ലേ ഈ പശ്ചാത്തലത്തിൽ? അതെ അതെ, ഈ പശ്ചാത്തലത്തിൽ ഇപ്പൊ അത് നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. 10 വർഷമായിട്ട് നമ്മൾ നോക്കിയില്ലേ ഈ കമ്പനിയുടെ അല്ലേ. അപ്പൊ ഈ ആക്ച്വലി ഒരു സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ ആ ഏറ്റവും ഡൗൺ ലെവൽ ടു ടോപ്പ് ലെവൽ, നമ്മൾ പറയില്ലേ ഗ്രാസ് റൂട്ട് ലെവൽ ടു ടോപ്പ് ലെവലിൽ നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യും, കാര്യങ്ങൾ പറയുകയും ചെയ്താൽ മാത്രമേ ഗവൺമെന്റിനോ അതോറിറ്റിക്കോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മളത് പുറത്തു കൊണ്ടുവരാനും പറയാനും വേണ്ടിയിട്ട് നമുക്ക് ആൾക്കാർക്ക് സാധിക്കണം. അത് രാഷ്ട്രബോധമാണ്. നമുക്കില്ലാതെ പോകുന്ന ഒരു രാഷ്ട്രബോധം ആണ്. അതൊക്കെ നമ്മൾക്ക് അറിഞ്ഞിട്ടും നമ്മളത് മുന്നോട്ട് എടുത്ത് അത് കൊണ്ടുവരാത്തെ. അപ്പൊ ഇതുപോലെയുള്ള സംഗതികൾ ഇനിയും രാജ്യത്ത് ഇരിക്കുകയാണ്. ഇപ്പൊ ഈ പറയുന്ന എല്ലാം ഇതിനെല്ലാം ഒരു കണക്റ്റിംഗ് ആ. ഇപ്പൊ ഈ എയർലൈൻ, ഏവിയേഷൻ, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് എന്നൊക്കെ പറയുന്നത് വളരെയധികം കണക്ഷൻ ഉണ്ട്. ഇതേ ആൾക്കാർ ഇപ്പൊ ഇവിടെ പറയണ നമ്മുടെ എന്താ പറയാ, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ BFS, BWFS, തായ്, ഇൻഡോ തായ്, ഇവരൊക്കെ തുർക്കിയിൽ ഓപ്പറേറ്റ് ചെയ്യണ്ടേ. എയർ ഇന്ത്യന്റെ കമ്പനി പോയിട്ട് എയർ ഇന്ത്യന്റെ സ്റ്റാഫ് അവിടെ ഇല്ല, അവിടെയൊക്കെ അവരുടെ നാട്ടിലത്തെ ആൾക്കാരേ ഉള്ളൂ. യൂറോപ്പിൽ പോയാൽ ഏവിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കാണും, യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കാണും, നമ്മുടെ ആൾക്കാരെ ഒരു സ്പെഷ്യൽ ലെവലിൽ മാത്രമേ നമ്മൾ ആൾക്കാരെ ആ രാജ്യങ്ങളിൽ അവരിടുള്ളൂ. സെക്യൂരിറ്റി ഏരിയയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. യൂറോപ്യനില് ഒരു എയർലൈൻ കമ്പനിയില്, എയർപോർട്ടില്, ട്രാഫിക് ഏരിയയില്. സോ ദേ ഹാവ് ആ മെഷേഴ്സ് ഉണ്ട്. ആ നാഷണാലിറ്റിയാണ് വർക്ക് ചെയ്യുക, ബിക്കോസ് ഈസ് റെസ്പോൺസിബിൾ. അപ്പൊ ഇന്ത്യന്റെ സിവിൽ ഏവിയേഷൻ നിയമത്തില് പണ്ട് കൊണ്ടുവന്നത് നമ്മളത് ചർച്ചകൾ ശ്രദ്ധിക്കപ്പെടുന്ന പല ആൾക്കാരുണ്ട്. അപ്പൊ ഇത് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് ഏരിയയിൽ ഇപ്പൊ ഉള്ള ഈ ഒരു യുദ്ധം വന്നിട്ടില്ലെങ്കിൽ ഇപ്പോഴും എന്തൊക്കെ ഇവിടെ യുദ്ധത്തിനേക്കാളും വലിയ യുദ്ധം ഇവിടെ ഉണ്ടാവില്ലെന്നോ. 9 എയർപോർട്ട് അവരുടെ കയ്യിലല്ലേ. ഇവർക്ക് ഡ്രോണ് കൊടുത്ത, പാകിസ്ഥാന് ഡ്രോണ് കൊടുത്ത കമ്പനീന്റെ, അയ്യപ്പന്റെ കമ്പനി നമ്മളെ എയർപോർട്ട്, അതും ഏറ്റവും വലിയ എയർപോർട്ട്സ് ഹാൻഡിൽ എന്താ ഉണ്ടാവുമായിരുന്നേ. ഇത് ദൈവാനുഗ്രഹം പോലെയാണ് നമുക്കിപ്പോ ആ വാറ് ഓപ്പറേഷൻ സിന്ദൂർ വന്നത്. അതേപോലെ ഈ കമ്പനികളൊക്കെ കണക്റ്റഡ് ആണ്. അപ്പൊ സിവിൽ ഏവിയേഷനിൽ ശരിക്കും പറയുകയാണെങ്കിൽ ആ കോൺഗ്രസ് ഭരണകാലത്ത് എഴുതി വെച്ച കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കട്ടെ. ശക്തമായി അത് പരിഷ്കരിക്കേണ്ട കാലം വന്നിട്ടുണ്ട്. ഇന്നിപ്പോ ഒരു സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ ഉണ്ട്, ഗവൺമെന്റ് ഇപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇന്ന് അതിനെപ്പറ്റി കുറെ ആൾക്കാരോട് ആ മേഖലയിൽ ചർച്ച ചെയ്തപ്പോ പറഞ്ഞ കാര്യങ്ങളാ. എല്ലാ സ്ഥലത്തും ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ എയർലൈൻ കമ്പനികള് ഇപ്പൊ ഇവിടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ചെയ്യണവർക്ക് ബന്ധമുള്ള എയർലൈൻ കമ്പനികൾ ഇനിയും ഇന്ത്യയിലുണ്ട്. വി ഡോണ്ട് വാണ്ട് ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള ഒരു പോളിസി ഇന്ത്യയിൽ എടുത്തപ്പോ നമ്മളെ രാജ്യത്തിന് നമ്മൾ വേണ്ട കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് വെക്കണം. അപ്പൊ സ്റ്റേറ്റിലുണ്ടെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, മുഖ്യമന്ത്രിക്കും ഓപ്പോസിറ്റ് ഇരിക്കുന്നവർക്കും ഒക്കെ വേണ്ടാത്തൊരു കമ്പനി, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഈ കമ്പനികളെ പേര് ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. ഈവൺ മീഡിയ, ടർക്കിഷ് മീഡിയ ഇവിടെ ഉണ്ട്, ഇപ്പോഴും അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഹവാസ് അല്ല, ഈ ഹവാസിന് വേറെയും ജോയിന്റ് വെഞ്ചർ ഉണ്ട് ഇതുപോലെ സിവിൽ ഏവിയേഷനില്. അവർക്കും ഇതില് ഏതോ ഒരു ഗ്രൗണ്ട് ക്യാമ്പയിൻ ഉണ്ട്. അതൊന്നും ഗൂഗിളൊന്നും തെരഞ്ഞാൽ കാണുന്നില്ല, അന്വേഷണത്തിൽ ഇട്ടെന്നല്ലാതെ അവർക്കൊക്കെ ഈ ഇതുപോലത്തെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികളുടെ ഷെയർ ഹോൾഡേഴ്സാണ്. ഇസ്താംബുൾ പോലുള്ള സ്ഥലങ്ങളിൽ എത്രയോ ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്നറിയോ? അവിടെ എത്രയോ കോളേജുകൾ നമ്മൾ മലയാളികൾ പഠിക്കുന്നുണ്ട്. ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ ഇസ്താംബുളിലും പരിസര പ്രദേശങ്ങളിൽ നിരവധിയുണ്ട്. ഇപ്പൊ നാളെ രാവിലെ അവിടുത്തെ ഉള്ള മുഴുവൻ ഇന്ത്യക്കാരും തിരിച്ചു വരണമെന്ന് പറയുന്നത്. നമ്മളൊരു വിഷയം സബ്ജക്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്, ഒരുപാട് ശ്രദ്ധിക്കാനുണ്ട്. ഇസ്രായേലിൽ 1 ലക്ഷത്തിന് മുകളിൽ മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്.
അതല്ല പറയണത് സർ. ഇസ്താംബുളിൽ ജോലിയുണ്ട്, ഇവിടെ ജോലിയുണ്ട്. നമ്മൾ തുർക്കികൾ ഇവിടെ വന്ന് ജോലി ചെയ്യാന്നല്ല ഉദ്ദേശിച്ച്. നാഷണൽ കാരിയർ എയർപോർട്ട്, പണ്ട് കാലത്ത് എയർപോർട്ട് തുടങ്ങിയ കാലത്ത് നാഷണൽ സെക്യൂരിറ്റി. നാഷണൽ സെക്യൂരിറ്റി. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് സെക്യൂരിറ്റി സ്റ്റാഫിനെ വെക്കുന്ന പോലെ തന്നെ എയർലൈനിന്റെ സെക്യൂരിറ്റി സ്റ്റാഫ് അല്ലാതെ റാമ്പിലും മറ്റു കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഏത് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനി ആണെങ്കിലും അവർക്ക് ഒരു ഏരിയയിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി നമ്മൾ എയർ ഇന്ത്യക്ക് വിടണം. എയർ ഇന്ത്യ സെക്യൂരിറ്റി ആണ് ലാസ്റ്റ് ബോർഡിംഗ് ഏജന്റ് എടുത്തിട്ടുമ്പോൾ നമ്മൾ എയർ ഇന്ത്യ സെക്യൂരിറ്റി തന്നെ. പക്ഷെ മേഡം, ഗൾഫിൽ നമ്മുടെ മലയാളിസ്റ്റ് ഇന്ത്യക്കാരും ഈ പറയുന്ന എയർ കാർഗോയിലും ഫ്ലൈറ്റ് ക്ലിയറൻസിലും ഒക്കെ ജോലി ചെയ്യുന്ന ഒത്തിരി മലയാളീസ് ഉണ്ടോ അവിടെ? അവിടെ ഇല്ലല്ലോ. അവിടെ തീവ്രവാദം ഇല്ലല്ലോ സാറേ. ഈ തീവ്രവാദിയും ഗൾഫിൽ പോയാൽ മര്യാദക്ക് അവിടെ ജോലി ചെയ്യൂ. അതാണ് അതിന്റെ പ്രത്യേകത.